ഹായ് ഫ്രണ്ട്സ്, താരൂസ് ആർട്ട് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് വെള്ളപ്പൊക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി 2 ആഴ്ച കൊണ്ട് വെള്ളപ്പൊക്ക് എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ള ഒരു ഒറ്റമൂലി കൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് സ്ത്രീകളിലൊക്കെ കാണപ്പെടുന്ന ഒന്നാണ് വെള്ളപ്പൊക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മുടെ ഇപ്പം കൗമാരപ്രായക്കാരായിട്ടുള്ള പെൺകുട്ടികളിലാണ് ഒരുപാട് ഈ വെള്ളപ്പൊക്ക് കാണപ്പെടുന്നത്. അപ്പോൾ വെള്ളപ്പൊക്ക് എന്ന് പറയുന്നത് നോർമലായിട്ടുള്ളൊരു കാര്യമാണ്. മാസത്തിൽ 1-2 തവണ നടക്കുന്ന ഒരു കാര്യമാണത്. അത് കാര്യമാക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മൾ അത് നീണ്ടു പോകുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ യോനി ഭാഗത്ത് ചൊറിച്ചൽ, അതുപോലെ നന്നായിട്ട് അതിന് കളർ ചേഞ്ച് വരിക, അതായത് മഞ്ഞ നിറം, കട്ടി മഞ്ഞ നിറം, അതുപോലെ തന്നെ ചാര നിറത്തിൽ ബ്രൗൺ കളറിലൊക്കെ ഇത് കളർ ചേഞ്ച് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഡോക്ടറെ എന്തായാലും കാണിക്കണം. അതുപോലെ തന്നെ നമ്മൾക്ക് ഇത് ഉണ്ടാകുന്ന സമയത്ത് തലവേദന, അതുപോലെ തന്നെ നമ്മുടെ ദഹന പ്രക്രിയ കറക്റ്റ് അല്ലാത്തൊരവസ്ഥ, അതുപോലെ തന്നെ കാല് കഴപ്പ്, നടുവേദന, നന്നായിട്ട് ശരീരം ക്ഷീണിച്ച് പോകുന്ന അവസ്ഥ, എപ്പോഴും ഒരു തളർച്ച, അതുപോലെ തന്നെ ഒന്നിനോടും ഒരു താല്പര്യമില്ലാത്ത അവസ്ഥ, ഇതൊക്കെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ നമ്മൾ എന്തായാലും ഡോക്ടറെ കാണിക്കേണ്ടതുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് യോനിഭാഗം എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കുക. ഇത് കൂടുതൽ ഉണ്ടാകുന്നവരിൽ നന്നായിട്ട് യോനിഭാഗം ചൊറിച്ചൽ ഉണ്ടാകും, അതുപോലെ തന്നെ ദുർഗന്ധമൊക്കെ ഉണ്ടാകും. ഇതിന് കുറച്ചൊരു ആശ്വാസം എന്ന രീതിയിൽ നമ്മൾ ഇളം ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് നമ്മൾ യോനിഭാഗം കഴുകി വൃത്തിയാക്കുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ നമ്മൾ മൂത്രം ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത ശേഷം നമ്മൾ ഒരു കോട്ടൺ തുണി വെച്ചിട്ട് ഒപ്പിയെടുത്ത് വേണം നമ്മൾ പാൻറ്റീസ് ധരിക്കാൻ. അല്ലാതെ അതേ വെള്ളത്തിൽ തന്നെ നമ്മൾ ഒരിക്കലും പാൻറ്റീസ് ധരിക്കാൻ പാടില്ല. അവിടെ ഒരു ഡ്രൈ ആക്കി വെച്ചതിന് ശേഷം മാത്രം നമ്മൾ പാൻറ്റീസ് ധരിക്കാൻ ശ്രമിക്കുക. രാവിലെ നമ്മൾ കഞ്ഞിവെള്ളം കുടിക്കുന്നത്, അതുപോലെ തലേന്നുള്ള കഞ്ഞിവെള്ളം കുടിക്കുന്നത്, അതുപോലെ തന്നെ നമ്മൾ പേരയിലേൻ്റെ വെള്ളം ഉണ്ടല്ലോ, അതൊക്കെ രാത്രിയിൽ കുടിച്ചിട്ട് കിടക്കുന്നത് വെള്ളപ്പൊക്കെ കുറയാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കും. അതുപോലെ തന്നെ ഇങ്ങനെയുള്ളവർക്ക് ഒരുപാട് തളർച്ച ഉണ്ടാകുന്ന അവസ്ഥയുണ്ടാകും. ശരീരം ശോഷിച്ച് പോകുന്നൊരവസ്ഥയാണ്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് നല്ല പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള, വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ള നല്ല ഫുഡ്, ആഹാരങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ആ ഒറ്റമൂലി എന്താണെന്ന് നോക്കാം. ശുദ്ധമായ പശുവും പാലും അതുപോലെ തന്നെ ജീരകവുമാണ് നമുക്ക് ഈ ഒറ്റമൂലി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ 1/2 ഗ്ലാസ് പശുവും പാലും അതുപോലെ തന്നെ ജീരകം 1 സ്പൂണാണ് എടുക്കേണ്ടത്. അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. വറുത്തെടുത്തതിന് ശേഷം നമ്മളിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. നമ്മളിത് ജീരകം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് 1/2 ഗ്ലാസ് പാലെടുക്കുക. ഈ 1/2 ഗ്ലാസ് പാൽ, അതായത് ശുദ്ധമായ പശുവും പാല് തന്നെ നമ്മൾ എടുക്കണം. അതെടുത്തിട്ട് ഈ ഒരു പൊടിച്ച ജീരകം ഇതിനകത്തോട്ട് ഇടുക. അതായത് ഈ പാല് തിളപ്പിക്കാനോ ഒന്നും പാടില്ല, പച്ച പാല് തന്നെ എടുക്കുക കേട്ടോ. അപ്പോൾ ഇതിനകത്തോട്ട് ഇടുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് കുടിക്കുക. അതും വെറും വയറ്റിലാണ് നമ്മളിത് കുടിക്കേണ്ടത്. ജീരകത്തിൻ്റെ ഒക്കെ മണം എല്ലാവർക്കും ഇഷ്ടാവുമല്ലോ. അപ്പോൾ പിന്നെ വേറെ മണത്തിൻ്റെയോ ഇതിൻ്റെയോ വേറെ ടേസ്റ്റ് വ്യത്യാസം ഒന്നുമില്ല കേട്ടോ. എല്ലാവർക്കും കുടിക്കാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് വെറും വയറ്റിൽ ഒരു 2 ആഴ്ച നമ്മൾ കണ്ടിന്യൂ ആയിട്ട് നമ്മൾ കുടിക്കുക. നമ്മുടെ വെള്ളപ്പൊക്കൊക്കെ കുറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.